ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം എന്ന പ്രിയ കുഞ്ഞുമക്കൾ, ഇന്ന് നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രവേശിക്കാൻ, കൈത്താക്കാലം അല്ലെങ്കിൽ സനാഗമകാലം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും 12 സ്ലീഹന്മാരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് വായിച്ചയുടെ സുവിശേഷ ഭാഗത്തിൽ ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായും ദൈവരാജ്യം പ്രഘോഷിക്കുവാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനുമുള്ള വലിയ ദൗത്യങ്ങൾ ഈശോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നവമാലികം എന്ന പുസ്തകത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ഈ ലോകം എന്ന് പറയുന്നത് വലിയ പൂന്തോട്ടമാണ്. പിതാവായ ദൈവം നമുക്ക് സൃഷ്ടിച്ച വലിയൊരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ വലിയ പൂക്കളുമുണ്ട്, ചെറിയ പൂക്കളുമുണ്ട്. എന്നിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞു വയ്ക്കുകയാണ്: ഞാൻ ഈ പൂന്തോട്ടത്തിൽ ഒരു ചെറിയൊരു പുഷ്പമാണ്. പിതാവായ ദൈവത്തിന് വലിയ പൂക്കളും ആവശ്യമാണ്, ഈ ചെറിയ പൂക്കളും ആവശ്യമാണ്. പണ്ട് കാലങ്ങളിൽ ഗുരുക്കന്മാരെല്ലാം തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് വലിയ പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ വലിയ സംസ്കാരമുള്ള വലിയ കുടുംബങ്ങളിൽ നിന്നൊക്കെയാണ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈശോ അന്നത്തെ കാലത്തിൽ ദീപജ്ഞന്മാരും ഫരിസേയന്മാരും പ്രധാന പുരോഹിതന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഈശോ തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് സാധാരണഗതിയിൽ സമൂഹത്തിൽ വളരെ താഴ്ന്ന മുക്കുവന്മാരായ 12 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ 12 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈശോ വലിയ ദൗത്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കാനും രോഗങ്ങളെയും രോഗികളെയും പിശാച് ബാധിതരെയും ഒക്കെ സുഖപ്പെടുത്താനൊക്കെ ആയിട്ട് ഈശോ ഒരു ലോകത്തിലേക്ക് അയക്കുകയാണ്. 12 എന്നുള്ള സംഖ്യയ്ക്ക് ബൈബിളിൽ നമുക്കൊരു വലിയ പ്രാധാന്യം കാണാൻ സാധിക്കും. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും വരാനിരിക്കുന്ന യുഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഘടകമായി ഈ 12 എന്ന സംഖ്യ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പൂർവ്വപിതാവായ യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കളുടെ പേരിലാണ് ഇസ്രായേൽ ജനത്തിൽ 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ മോചിതരായി കാനാൻ ദേശത്തേക്ക് വന്ന ഇസ്രായേൽ ജനത 12 ഗോത്രങ്ങളായി അവർ താമസിച്ചിരുന്നു. ഈ 12 ഗോത്രത്തിനും ഓരോ നേതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ 12 നേതാക്കന്മാർ. ഈ 12 നേതാക്കന്മാരാണ് ദൈവഹിതം ഈ ജനതയെ അറിയിച്ചുകൊണ്ടിരുന്നതും അവരെ നയിച്ചുകൊണ്ടിരുന്നതും. ബാബിലോൺ ഉൾപ്രവാസത്തിന് ശേഷം ചിതറിപ്പോയി ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വലിയ നേതാക്കന്മാരൊന്നും ഉണ്ടായില്ല. ഈശോയുടെ കാലഘട്ടത്തിൽ നിയമജ്ഞന്മാരും ഫരിസേയരും ഉണ്ടായിരുന്നെങ്കിലും ജനത്തെ നയിക്കാനുള്ള വലിയ പാണ്ഡിത്യം അവർക്കില്ലെന്ന് മനസ്സിലാക്കി ഈശോ ഈ മുക്കുവന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവരാജ്യം പ്രഘോഷിക്കാനായിട്ട് അയക്കുകയാണ്. ഈ ദൈവരാജ്യം എന്നത് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വർഗീയ ജെറുസലേമിനെ പറ്റി. ആ സ്വർഗീയ ജെറുസലേമിന് 12 കവാടങ്ങളും 12 അടിസ്ഥാനങ്ങളുമുണ്ട്. ഈ 12 കവാടങ്ങളുടെ പേരുകൾ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ 12 ഗോത്രത്തിന്റെ പേരുകളാണ്. ഈ അടിസ്ഥാനത്തിന്റെ പേരുകളാകട്ടെ 12 അപ്പസ്തലന്മാരുടെയും. അങ്ങനെ ഈ സ്വർഗീയ ജെറുസലേം പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും വളരെയധികം ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് നിൽക്കുന്നത്. ഈ സ്വർഗീയ ജെറുസലേമിലേക്കാണ്, ഈ സ്വർഗത്തിലേക്കാണ്, ഈ ദൈവരാജ്യത്തിലേക്കാണ് ഈശോ നമ്മെ ഈ 12 അപ്പസ്തലന്മാരോട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ 12 അപ്പസ്തലന്മാർക്കും ഓരോ ദൗത്യങ്ങൾ നൽകിക്കൊണ്ട് അയക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരെയും ദൈവം ഓരോരോ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുമക്കളായ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയാണ്. അതെങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ വിഷമങ്ങളിൽ നമുക്ക് പങ്കുപറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ചെറിയ വിഷമങ്ങളുള്ള അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയാനുള്ള വലിയ മനോഭാവം നമുക്കുണ്ടാവണം. ഒറ്റയ്ക്കിരിക്കുന്ന കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല എന്നുള്ള വലിയ ഉറപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടുകാരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാനും അവരെ പരിപാലിക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ദൈവം വസിക്കുന്ന, ദൈവത്തോട് കൂടിയായിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടുകാരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കാനും അവരെ വേദനകളിൽ പങ്കുപറ്റുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.